ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഇന്നത്തെ വീഡിയോ ഒരു ഡോർമാറ്റാണ് ചെയ്യുന്നത്. പഴയ സാരി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് 5 ഇഞ്ചിൻ്റെ ഒരു പീസും 3 ഇഞ്ചിൻ്റെ ഒരു പീസുമാണ് ആവശ്യം. അപ്പോൾ 3 ഇഞ്ചിൻ്റെ പീസ് രണ്ട് സൈഡും ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. 5 ഇഞ്ചിൻ്റെ പീസ് ഞാൻ സ്റ്റിച്ച് ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നൂലിളകി വരാതെ ഇരിക്കാനാണ് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റിച്ച് ചെയ്യാതെ ഉപയോഗിക്കാം, പക്ഷെ കുറച്ചുകൂടി നമ്മൾ ചെയ്ത് വരുമ്പോൾ വൃത്തിയും ഇത്തിരി ഫിനിഷിങ് കിട്ടും. ഇപ്പോൾ സിന്തറ്റിക് സാരിയുടെയൊക്കെ നൂല് നല്ലതുപോലെ ഇളകി വരും. ഇപ്പോൾ ഈ 2 പീസും കൂടി ചേർത്ത് നമ്മൾക്ക് ജോയിൻ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ 3 ഇഞ്ചിൻ്റെ ആ സ്ട്രിപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കളറും ഈ 5 ഇഞ്ചിൻ്റെ കളറും 3 ഇഞ്ചിൻ്റെ 2 ഒരേ കളറായാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഇതിലാണ് നമ്മൾ ഓരോ സ്റ്റിച്ചും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം വീതി ആവശ്യമാണോ മാറ്റിന്, അതനുസരിച്ച് നമ്മൾ ഈ ഫസ്റ്റ് ലൈനിൽ എത്ര സ്റ്റിച്ച് വേണോ അത് ചെയ്യണം. ഇപ്പോൾ ഞാൻ 26 ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ അളവാണിത്. ഇപ്പോൾ 32, 34 ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വലിപ്പം കാണും. അപ്പോൾ നീളം എത്രത്തോളം ആവശ്യമാണോ അതനുസരിച്ച് മുകളിലോട്ട് ചെയ്തു പോകാം. അപ്പോൾ നമ്മൾക്ക് അത് തീർന്നു പോയതുകൊണ്ട് നമ്മൾക്കത് ജോയിൻ ചെയ്തു വെക്കാം. അതും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സ്ട്രിപ്പ് തന്നെയാണ് വീണ്ടും ഞാൻ ജോയിൻ ചെയ്തത്. സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ലൈൻ ചെയ്ത് കഴിഞ്ഞു, ഫസ്റ്റ് റോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, സെക്കൻഡ് റോ കാണിക്കാതെ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ. ഇത് ഞാൻ ഫസ്റ്റ് ലൈൻ ചെയ്തിട്ട് നമ്മൾ ടേൺ ചെയ്തതിന് ശേഷം സെക്കൻഡ് ലൈൻ നമ്മൾക്ക് അടുത്ത വശത്തായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ എടുക്കണമെന്ന് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാകും. ഇതാണ് ചെയ്തു നോക്കിയപ്പോൾ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന 3 ഇഞ്ചിൻ്റെ പീസ് മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം 5 ഇഞ്ചിൻ്റെ ആ സ്ട്രിപ്പ് അതിനോട് ചേർത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ ഓരോ നോട്ടും ഇടുക. അപ്പോൾ അവിടെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് ആ ലെഫ്റ്റും റൈറ്റും ആ സൈഡ് നമ്മൾക്ക് ഒരേ ലെവലിൽ തന്നെ കിട്ടും. ഇനി നമ്മൾക്ക് സ്റ്റെപ്പ് വൈസായിട്ട് നമ്മൾക്ക് കാണാം. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനെ തിരിച്ചതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡാണ് ഇനി നമ്മൾക്ക് വരുന്നത്. അപ്പോൾ ആ 2 സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾക്ക് സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേ രീതിയിൽ നമ്മൾക്ക് ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി നല്ലത് ഇപ്പോൾ ഞാൻ മുന്നേ കാണിച്ച അതേ രീതിയാണ്. ഇപ്പോൾ 2 സ്റ്റിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ചെയ്യേണ്ടുന്നത്. ഓരോ ഗ്യാപ്പിലും ഓരോ സ്റ്റിച്ച് വീതം ചെയ്താൽ മതിയാകും. 1 ടൈമാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഓരോ ഗ്യാപ്പിലും 1 ചെയ്തു പോവുക. ഇങ്ങനെ തന്നെയാണ് ഇത് ഫിനിഷ് ആവുന്നത് വരെയും ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്.
അപ്പോൾ നമ്മൾക്കിത് ചെയ്തു വരുമ്പോൾ ഇത് ഫസ്റ്റ് ലൈനൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾക്കതിങ്ങനെ തിരിഞ്ഞ് കിടക്കും. അത് മുകളിലോട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇപ്പോൾ നമ്മൾ തേർഡ് റോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതേ ബ്രൗൺ കളറിൽ 6 റോയാണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തു പോയിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ച മാതിരി നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമ്മൾക്ക് തേർഡ് റോ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾക്ക് ലാസ്റ്റ് അവിടെ ഒരു സ്റ്റിച്ച് കൂടി ചെയ്യേണ്ടതുണ്ട്. ശേഷം നമ്മളതിനെ തിരിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ 3 ഇഞ്ചിൻ്റെ പീസ് മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം സെൻറ്ററിലെ ആ യെല്ലോ കളറ് നമ്മളതിനോട് ചേർത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓരോ ഗ്യാപ്പിലും ഓരോ സ്റ്റിച്ച് വീതം ചെയ്തു പോകണം. അപ്പോൾ ആ സെൻറ്ററിലെ പീസ് നമ്മൾക്ക് തീർന്ന് നമ്മൾക്കത് ജോയിൻ ചെയ്യാം. അതേ അളവിൽ 5 ഇഞ്ചിൻ്റെ കട്ട് ചെയ്തതിന് ശേഷം രണ്ടും കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ആ തയ്യൽ വശം ജോയിൻ ചെയ്ത് ആ സൈഡ് കാണാതിരിക്കാൻ അത് ഉള്ളിലാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഞാനിത് 6 റോ വരെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു സ്റ്റിച്ച് കൂടി ചെയ്തിട്ട് നെക്സ്റ്റ് കളർ ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഈ സെൻറ്ററിൽ ഞാൻ കൊടുത്തിരിക്കുന്ന പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സ്ട്രിപ്പും രണ്ടും ഒരേ സെയിം കളർ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് കളർ ജോയിൻ ചെയ്യാൻ പാകത്തിന് ഉള്ള ഇത് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ശേഷം സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചതുപോലെ തന്നെ 3 ഇഞ്ചിൻ്റെ ഒരു സ്ട്രിപ്പ് എടുത്തതിന് ശേഷം നൂലിളകി വരാതിരിക്കാൻ രണ്ട് സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷമാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. ഞാൻ അപ്പോൾ അത് ഫോൾഡ് ചെയ്ത് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്കത് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളത് ഫോൾഡ് ചെയ്ത് സേഫ്റ്റി പിൻ വച്ചതിന് ശേഷം നമ്മൾക്കിനി നെക്സ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനെ ടേൺ ചെയ്തതിന് ശേഷം നമ്മൾക്ക് 3 ഇഞ്ചിൻ്റെ പീസ് മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതിൻ്റെ അടിയിൽ കൂടി മുകളിലേക്ക് കൊണ്ടുവരണം. ശേഷം സെൻറ്ററിലെ പീസ് അതിൻ്റെ അടിയിലാക്കണം. ഇങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക. രണ്ട് രീതിയിലും ചെയ്യാവുന്നതാണ്. എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് ഈ മെത്തേഡാണ്. ജോയിൻ ചെയ്ത ഭാഗം ആയതുകൊണ്ടാണ് കുറച്ച് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ട്. ഇനി ഓരോ ഗ്യാപ്പിലും
1 സ്റ്റിച്ച് വീതം ചെയ്തു പോകുക. ഫസ്റ്റ് ലൈൻ അവിടം വരെ ചെയ്യുക. ഇനി നമ്മൾക്ക് ഒരു സ്റ്റിച്ച് കൂടി ചെയ്യണം. ഇനി നമ്മൾക്കതിനെ തിരിച്ചതിന് ശേഷം നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ അടിയിലത്തെ പീസിനെ മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം ആ സെൻറ്റർ പീസ് സപ്പോർട്ടിനായി വെച്ചിരിക്കുന്ന സെൻറ്റർ പീസിനെ അതിനോട് ചേർത്ത് വയ്ക്കുക. ശേഷം 2 സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ യെല്ലോ കളർ ഉപയോഗിച്ച് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഞാൻ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ കാണിച്ചുള്ളായിരുന്നു. ഇപ്പോൾ ഇത് ഞാൻ 9th റോ വരെ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ബ്രൗൺ കളറിൽ നമ്മൾ 6 റോസാണ് ചെയ്തത്. ഇപ്പോൾ 9 റോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് യെല്ലോ കളർ. ഇനി നെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യുന്നത് വീണ്ടും ബ്രൗൺ കളർ ഉപയോഗിച്ചാണ്. ഇനി നമ്മൾക്ക് വീണ്ടും നെക്സ്റ്റ് കളർ ജോയിൻ ചെയ്യാം. വീണ്ടും അതിനെ തിരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾക്ക് പഴയതുപോലെ തന്നെ ചെയ്തു പോയാൽ മതിയാകും. ഇപ്പോൾ അതും ഞാൻ 6 റോ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ബാക്കിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ ബ്രൗൺ കളറിലാണ് നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുന്നത് ബാക്കിൽ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾക്ക് ആ യെല്ലോ പീസിനെ കട്ട് ചെയ്തതിന് ശേഷം ആ ബ്രൗണിൻ്റെ ഉള്ളിലാക്കിയിട്ട് കവർ ചെയ്ത് ബാക്കിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. ഇതൊരു ചെറിയ അളവിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ 26 സ്റ്റിച്ചസാണ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തത്. അത്രയും വീതിയിലാണ്. ഇപ്പോൾ 30, 32, 34 ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വലുപ്പത്തിൽ നമ്മൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത അതും നമുക്ക് ബാക്കിൽ കൊണ്ടുപോയി അത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ 26 ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ബ്രൗൺ കളർ, രണ്ടും ബ്രൗൺ കളർ ഉപയോഗിക്കുകയാണെങ്കിൽ സെൻറ്റർ പീസും ചെറിയ പീസും കുറച്ചുകൂടി നന്നായിരിക്കും. ബ്രൗൺ കളർ രണ്ടും 6 വീതമാണ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ യെല്ലോ 9 റോയാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 21 റോയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 21 റോസാണ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയും നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് സെയിം കളർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്കിങ്ങനെ വേറെ കളറ് എടുത്ത് കാണിക്കത്തില്ല. അപ്പോൾ രണ്ടും പഴയ സാരി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഫോൾഡ് ചെയ്ത് നൂല് വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്ത് തയ്ക്കുമ്പോൾ ഫോൾഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലേറ്റാവും. ഫോൾഡ് ചെയ്യാതെ നമ്മൾക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ സിന്തറ്റിക് സാരിയൊക്കെ ആകുമ്പോൾ നൂല് നല്ലപോലെ ഇളകി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫിനിഷിങ് കിട്ടും. കാണാനും നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, താങ്ക് യു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി.